നമസ്കാരം. ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ, PSC, പ്രൈവറ്റ്, സ്ഥിര നിയമനം, താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ. കോഴിക്കോട് നാഷണൽ ഹെൽത്ത് മിഷനിൽ നിരവധി ഒഴിവുകൾ. അപേക്ഷാ ഫീസ് ഇല്ല. കോഴിക്കോട് ജില്ലയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രദ്ധേയമായ അവസരം. നാഷണൽ ഹെൽത്ത് മിഷൻ കോഴിക്കോട് വിവിധ തസ്തികകളിലേക്ക് നിയമനത്തിനായി തൊഴിൽ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നു. ഗൈനക്കോളജിസ്റ്റ്, പീഡിയാട്രീഷ്യൻ, ഡെന്റൽ സർജൻ, അനസ്തെറ്റിസ്റ്റ്, ലാബ് ടെക്നീഷ്യൻ എന്നീ തസ്തികകളിലാണ് ഒഴിവുകളുള്ളത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കോഴിക്കോട് ജില്ലയിൽ നിയമനം ലഭിക്കും. നിയമനം കരാർ അടിസ്ഥാനത്തിലായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ റിക്രൂട്ട്മെന്റിന് അപേക്ഷാ ഫീസ് ആവശ്യമില്ല എന്നതാണ്. ഇനി ഓരോ തസ്തികയുടെയും യോഗ്യത നോക്കാം. ഗൈനക്കോളജിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് 2026 ഓഗസ്റ്റ് 1 63 വയസ്സിൽ താഴെ പ്രായമുണ്ടായിരിക്കണം. TCMC രജിസ്ട്രേഷനോടുകൂടിയ ഗൈനക്കോളജി ബിരുദം അല്ലെങ്കിൽ DGO യോഗ്യതയാണ് ആവശ്യമായത്. പീഡിയാട്രീഷ്യൻ തസ്തികയിലേക്കും 63 വയസ്സാണ് പരമാവധി പ്രായപരിധി. TCMC രജിസ്ട്രേഷനോടുകൂടിയ MD പീഡിയാട്രിക്സ് അല്ലെങ്കിൽ DCH യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഡെന്റൽ സർജൻ തസ്തികയിലേക്ക് അപേക്ഷിക്കുവാൻ 63 വയസ്സിൽ താഴെയായിരിക്കണം പ്രായം. TCMC രജിസ്ട്രേഷനോടുകൂടിയ BDS യോഗ്യതയാണ് ആവശ്യമായത്. അനസ്തെറ്റിസ്റ്റ് തസ്തികയിലേക്കും 63 വയസ്സാണ് പ്രായപരിധി. TCMC രജിസ്ട്രേഷനോടുകൂടിയ MD അനസ്തേഷ്യ അല്ലെങ്കിൽ DA യോഗ്യത ആവശ്യമാണ്. ഇനി ലാബ് ടെക്നീഷ്യൻ തസ്തിക. ഇവിടെ പ്രായപരിധി 40 വയസ്സിൽ താഴെ എന്നാണ് ഇവിടെ പ്രായപരിധി 40 വയസ്സിൽ താഴെയാണ്. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള BSc MLT അല്ലെങ്കിൽ DME അംഗീകരിച്ച DMLT, കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ കൂടാതെ എംപാനൽ ചെയ്ത ലബോറട്ടറിയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവ ആവശ്യമാണ്. തെരഞ്ഞെടുപ്പ് യോഗ്യത, പ്രവൃത്തി പരിചയം, എഴുത്തുപരീക്ഷ, അഭിമുഖത്തിലെ പ്രകടനം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുക. 2026 ഓഗസ്റ്റ് 22 അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി. താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുന്നതിന് www.aarogyakeeralam.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റിലെ കരിയർ വിഭാഗത്തിൽ പ്രവേശിച്ച് ബന്ധപ്പെട്ട തൊഴിൽ വിജ്ഞാപനം കണ്ടെത്തുക. ആദ്യം ഔദ്യോഗിക വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ പ്രായവും വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും ഉറപ്പാക്കുക. തുടർന്ന് നൽകിയിരിക്കുന്ന ഓൺലൈൻ അപേക്ഷ രജിസ്ട്രേഷൻ ലിങ്ക് വഴി അപേക്ഷ സമർപ്പിക്കണം. ഇവിടെ ഗൂഗിൾ ഫോം വഴിയാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. ആവശ്യപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ കൃത്യമായി പൂരിപ്പിക്കുകയും വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റിലും വലുപ്പത്തിലും ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുകയും വേണം. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് നൽകിയ വിവരങ്ങൾ ഒരിക്കൽ കൂടി പരിശോധിക്കാൻ മറക്കരുത്. യോഗ്യതയുള്ളവർ ഈ അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലെ പ്രൊഫഷണലുകൾക്കും ലാബ് ടെക്നീഷ്യന്മാർക്കും ഈ വാർത്ത പ്രയോജനപ്പെടുത്തുന്നതാണ്. അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 22. ഈ ജോലി അവസരത്തെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി സ്റ്റഡി ഫോർ ഷുവർ വിത്ത് സ്റ്റെല്ലർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത്. അപേക്ഷിക്കുന്നതിന് മുൻപ് ഔദ്യോഗിക വിജ്ഞാപനത്തിലെ മുഴുവൻ നിബന്ധനകളും നിർബന്ധമായും പരിശോധിക്കുക. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.